ബിസിനസ്സുകാർ എന്തൊക്കെ കഥകൾ പറയണം എന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ട്. എല്ലാ കഥകളും നമുക്കറിയുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന നിങ്ങൾ അനുഭവിച്ച എല്ലാ കഥകളും പറയുക എന്നുള്ളതല്ല ഒരു ബിസിനസ് സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ബേസിക്സ്. നിങ്ങൾ നാല് കഥകൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അതിനകത്ത് ആദ്യത്തേതാണ് വാല്യൂ സ്റ്റോറി. നമ്മൾ ആർക്ക് വേണ്ടിയാണ് ഈ കഥകളെല്ലാം പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളിത് പറയുന്ന സമയത്ത് ആരാണ് കെയർ ചെയ്യേണ്ടത്? എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കഥ അല്ലെങ്കിൽ ഇഫ് യു ആർ ടെല്ലിങ് സംതിങ്, അതിൽ കേൾക്കുന്നവർക്ക് എന്താണുള്ളത്, വാട്ട് ഈസ് ഇൻ ഫോർ ദം, അതാണ് അവർ ആദ്യം നോക്കുന്നത്. അവർ വെറുതെ കുറച്ച് സമയം കളയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ എന്തെങ്കിലും കേൾക്കാൻ വേണ്ടിയിട്ടല്ല അവർ വരുന്നത്. അവർക്ക് എന്തെങ്കിലും ഗുണമുള്ള കാര്യമുണ്ടോ എന്നറിയാൻ വേണ്ടി മാത്രമാണ് അവർ വരുന്നത്. സോ എപ്പോഴും മനസ്സിലാക്കുക, നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, പൊതുവെ എല്ലാവരും സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുമ്പോൾ അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസസ് ആണ് പറയുന്നത്. നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് എന്താണ് പഠിച്ചത്, അതിൽ നിന്ന് നിങ്ങളെ കേൾക്കുന്ന ആൾക്കാർക്ക് എന്ത് അഡ്വൈസാണ്, എന്ത് പുതിയ ഗൈഡൻസ് ആണ് നൽകാനുള്ളത് എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. കാരണം അവർ നമ്മളെ ട്രസ്റ്റ് ചെയ്യണം ഈ അഡ്വൈസ്. നമ്മളൊരു കാര്യം, ഇപ്പോൾ നിങ്ങൾ ഒരാളോട് ഒരു കാര്യം പറയാണ്ട് ചെല്ലുന്ന സമയത്ത് അവർ നിങ്ങൾ ഈ പറയുന്ന കാര്യം എന്തിന് കേൾക്കണം? സോ ഓൾ ദീസ് തിങ്സ് നിങ്ങൾക്ക് അവരെ ഒരു പുതിയ കാര്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണോ എന്നെല്ലാം നോക്കണം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ സ്റ്റോറിക്ക് പറയുന്ന പേരാണ് വാല്യൂ സ്റ്റോറീസ്. കാരണം ബെസ്റ്റ് സ്റ്റോറീസ് എന്നുള്ളത് നമ്മൾ ലോകത്തിൽ ഇന്നേ വരെ കേട്ടിട്ടുള്ള, അത് നമ്മൾ ചെറിയ ആമയമൂലം കഥ മുതൽ ഇന്ന് വരെ കേൾക്കുന്ന ഏതൊരു കഥയാണെന്നുണ്ടെങ്കിലും ഒരു ബെസ്റ്റ് സ്റ്റോറി ആണെന്നുണ്ടെങ്കിൽ അത് വെറുതെ കേവലം എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രമല്ല, അവർക്ക് തിരിച്ച് കേൾക്കുന്ന ആളിന് തിരിച്ച് എന്തെങ്കിലും നൽകാൻ കഴിയുന്ന ഒരു സ്റ്റോറി ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ബിസിനസ് സ്റ്റോറിക്ക് പ്രാധാന്യമുള്ളത്. ആ സ്റ്റോറിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാല്യൂ സ്റ്റോറി. അപ്പോൾ എല്ലാ ബിസിനസ് ഓണേഴ്സും മിനിമം ഒരു വാല്യൂ സ്റ്റോറിയെങ്കിലും ഉണ്ടാക്കണം. അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന സ്റ്റോറീസിനെല്ലാം അത് നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു വാല്യൂ ഉണ്ടെന്ന് ഉറപ്പായിരിക്കണം. ദാറ്റ് ഈസ് വാല്യൂ സ്റ്റോറി. രണ്ടാമത്തേതാണ് ഒറിജിൻ സ്റ്റോറി. മനുഷ്യർക്ക് എല്ലാവർക്കും അത് എവിടെ നിന്നാണ് അതിൻ്റെ ഒറിജിൻ അറിയാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എവിടെ നിന്നാണ് ഈ കാര്യങ്ങളെല്ലാം തുടങ്ങിയത്, ദാറ്റ് ഈസ് ദ ഒറിജിൻ സ്റ്റോറി. അതെപ്പോഴും മനുഷ്യരെ കുറച്ച് കൂടുതൽ റിലേറ്റബിൾ ആക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു റെസ്റ്റോറൻറ്റ് നിങ്ങൾ തുടങ്ങി എന്ന് പറയുന്ന സമയത്ത് അത് എല്ലാവർക്കും റെസ്റ്റോറൻറ്റ് തുടങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് ഇഫ് യു ആർ ടെല്ലിങ് എ സ്റ്റോറി ബിഹൈൻഡ് ദ ഒറിജിൻ ഓഫ് ദാറ്റ് റെസ്റ്റോറൻറ്റ്, അത് എല്ലാ ആൾക്കാരും ആ റെസ്റ്റോറൻറ്റിനെ ഓർത്തു വെച്ചേക്കും. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ കയ്യിലിരിക്കുന്ന ഏതെങ്കിലും ഒരു ബ്രാൻഡ്, ഇപ്പോൾ ചിലർക്ക് പ്രത്യേക ഷർട്ട് ഇഷ്ടമുണ്ടാവും, ചിലർക്ക് പ്രത്യേക കളർ ഇഷ്ടമുണ്ടാവും, ചിലർക്ക് ഒരു പ്രത്യേക സ്ഥലങ്ങളിൽ നിന്ന് മാത്രമേ ഡ്രസ്സ് വാങ്ങാറുള്ളൂ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ വിൽ ബി ഹാവിങ് എ സ്റ്റോറി ടു ടെൽ. അതാണ് അതിൻ്റെ ഒറിജിൻ സ്റ്റോറി. നിങ്ങളുടെ പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ലൊക്കേഷൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങളൊരു സ്റ്റാഫിനെ ഹയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഹയറിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യത്തിനും ദർ വിൽ ബി സം സ്റ്റോറീസ് ടു ടെൽ. ആ സ്റ്റോറീസിനെയാണ് നമ്മൾ ഒറിജിൻ സ്റ്റോറി എന്ന് പറയുന്നത്. എപ്പോഴും മനസ്സിലാക്കണം, എന്തെങ്കിലും ചെറിയ കഥകളല്ല ആൾക്കാർക്ക് ആവശ്യം. നിങ്ങൾക്കൊരു ഒറിജിൻ സ്റ്റോറി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ജേർണി അത് കുറച്ച് വലുതായിരിക്കണം. സോ ഓൾവേസ് പ്രിപ്പയർ എ ബിഗ് ഒറിജിൻ സ്റ്റോറി. എല്ലാ ബിസിനസ് ഓണേഴ്സിനും ഒരു വലിയ അവരെക്കാളും വലിപ്പമുള്ള അല്ലെങ്കിൽ അതിന് ഏറ്റവും വലിപ്പമുള്ളതാക്കി മാറ്റുന്ന ഒരു ഒറിജിൻ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവണം. കാരണം ആ ഒരു മൊമെൻ്റാണ്, ഒന്ന് ഓർത്ത് നോക്കിയേ, ആ ഒരു മൊമെൻ്റാണ് ഇന്ന് നിങ്ങളെ എന്താണോ അത് ആക്കി തീർത്തിട്ടുള്ളത്. അത് ചിലപ്പോൾ നിങ്ങളുടെ ബിഗസ്റ്റ് ഫെയിലിയർ ആവാം, ചിലപ്പോൾ അതായിരിക്കും നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഒരു ഡിസിഷൻ ആവാം. എന്തോ ഒരു ഡിസിഷൻ നമ്മുടെ എല്ലാ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചിട്ടുണ്ടാവും. അത്തരത്തിലുള്ള സ്റ്റോറി നിങ്ങൾ കൊണ്ടുവന്ന് നോക്കുക. പിന്നെ എല്ലാവരും കരുതുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ ഈ സ്റ്റോറീസ് എല്ലാം ഭയങ്കര ഡ്രമാറ്റിക് ആവണം. തെറ്റാണ്. ഇറ്റ് ഹാസ് ടു ബി റിയൽ. വളരെ ഡ്രമാറ്റിക് ആയിട്ട് സിനിമ പോലെ കഥ പറയുകയല്ല, റിയൽ ആയിട്ടുള്ള ഒരു സ്റ്റോറി ആണെന്നുണ്ടെങ്കിൽ ഈ ഓതൻറ്റിസിറ്റി അത് വേറെ എല്ലാ പെർഫെക്ഷനെയും ബീറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റായിട്ട് പെർഫെക്റ്റ് ആയതിനു ശേഷം മാത്രം സ്റ്റോറി വരാൻ നിൽക്കേണ്ട. നമ്മുടെ സ്റ്റോറിയിൽ ചിലപ്പോൾ ചെറിയ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവും. അതെല്ലാം ഉൾപ്പെടുന്നതാണ് നമ്മൾ ആ സ്റ്റോറി പറയുക. കാരണം ഓതൻറ്റിസിറ്റിക്കാണ് എപ്പോഴും സ്റ്റോറി ടെല്ലിംഗ് പോകുന്നത്. ദെൻ ദ തേർഡ് വൺ വിച്ച് ഈസ് പർപ്പസ് സ്റ്റോറി. എന്തിനാണ് നമ്മൾ നിലനിൽക്കുന്നത്? ഓരോ ബിസിനസ് ഓണറിനും ഒരു ഡീപ്പർ മെസ്സേജ് കൊടുക്കാനുണ്ടാവും. ആ പർപ്പസ് സ്റ്റോറിയാണ് നിങ്ങളെ ഡ്രൈവ് ചെയ്യുന്ന, നിങ്ങളെ എക്സൈറ്റ് ചെയ്യുന്ന, ഓരോ ദിവസവും എണീറ്റ് നമ്മുടെ ബിസിനസ്സിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്ന ആ സ്റ്റോറിയാണ് നമ്മുടെ പർപ്പസ് സ്റ്റോറി. വൈ ഡു യു ഡു വാട്ട് യു ഡു ടുഡേ? ഇന്ന് നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഇന്ന് നിങ്ങൾ ചെയ്യാനുണ്ടായ ആ കാരണം, ആ പർപ്പസ് എന്താണ്? നിങ്ങൾ ഏറ്റവും കൂടുതൽ ബിലീവ് ചെയ്യുന്ന ആ വിശ്വാസം എന്താണ്? എന്ത് വലിയ ഇമ്പാക്റ്റ് ആണ്? വാട്ട് ഈസ് ദ ബിഗ്ഗസ്റ്റ് ഇമ്പാക്ട് ദാറ്റ് യു ആർ ഗോയിങ് ടു മേക്ക് ടു യുവർ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ടീം മെമ്പേഴ്സ്? ഇതാണ് പർപ്പസ് സ്റ്റോറി എന്ന് പറയുന്നത്. കാരണം ആൾക്കാർക്ക് പെട്ടെന്ന് ഈ പാഷനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ പറയുന്ന പർപ്പസ് സ്റ്റോറിയാണ് നിങ്ങളുടെ പാഷൻ. എന്തോ ഒരു കാര്യമാണ് ഓരോ ദിവസവും നിങ്ങളെ ആ ഓഫീസിലേക്ക്, ആ ബിസിനസ്സിലേക്ക്, നിങ്ങളുടെ കസ്റ്റമേഴ്സിലേക്ക് ഇങ്ങനെ ചാടി 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 വരാൻ പ്രേരിപ്പിക്കുന്നത്.
ആ പാഷൻ എന്താണെന്ന് നിങ്ങളുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാർ അറിയണം. അതാണ് പർപ്പസ് സ്റ്റോറി. കാരണം അവർക്കത് ജസ്റ്റ് കേട്ടാൽ മാത്രം പോരാ, അവർക്കത് ഫീൽ ചെയ്യണം. അത് നിങ്ങൾക്ക് ആ പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ദ ഇമ്പാക്ട് സ്റ്റോറി. ഒരു ഇമ്പാക്ട് സ്റ്റോറിയും ഇല്ലാതെ നമ്മുടെ ഒരു ബിസിനസ് മുന്നോട്ട് പോകത്തില്ല. എന്താണ് ഇമ്പാക്ട് സ്റ്റോറി? നമ്മുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു സർവീസ് അത് എങ്ങനെയാണ് മറ്റൊരാളുടെ ലൈഫിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്നത്? എപ്പോഴും മികച്ച എല്ലാ സ്റ്റോറീസും അവരുടെ ലൈഫിൽ, കസ്റ്റമേഴ്സ് ലൈഫിൽ എന്തെങ്കിലും ഒരു സ്പാർക്ക് അത് കൊടുത്തിട്ടായിരിക്കും പോകുന്നത്. അത് ചിലപ്പോൾ ഒരാളുടെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്തായിരിക്കാം, അല്ലെങ്കിൽ ഒരാളെ ഒരു ആക്ഷൻ എടുക്കാൻ ഇൻസ്പയർ ചെയ്തിട്ടായിരിക്കാം. ഇതെന്തും ആവാം. പക്ഷേ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഷോ ദ പ്രൂഫ്. നിങ്ങളുടെ സ്റ്റോറി അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സോ നിങ്ങളുടെ പ്രൊഡക്റ്റോ ആരുടെയെങ്കിലും ലൈഫിൽ ഒരു മാറ്റം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ പുറത്ത് പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ അതാണ് ഇമ്പാക്ട് സ്റ്റോറി. ഇത്തരത്തിലുള്ള സ്റ്റോറി നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഒരിക്കലും ഒളിപ്പിച്ച് വെച്ചേക്കരുത്. നമ്മൾക്കത് പറയേണ്ടതാണ്. കാരണം അതാണ് നിങ്ങളുടെ ബിസിനസ്സും മറ്റൊരാളുടെ ബിസിനസ് തമ്മിലുള്ള ദ റിയൽ ഡിഫറൻസ്. എന്തുകൊണ്ടാണ് സ്റ്റോറി ടെല്ലിംഗ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയി മാറുന്നത്? കാരണം ഞാനീ പറഞ്ഞ അത്രയും ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് എപ്പോഴും ഓർത്ത് വെച്ചേക്കാൻ പറ്റണമെന്നില്ല. നിങ്ങളുടെ കമ്പനീസിൻ്റെ എല്ലാ ഫീച്ചേഴ്സും, നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ എല്ലാ ഫീച്ചേഴ്സും എല്ലാവർക്കും ഓർത്ത് വയ്ക്കാൻ പറ്റണമെന്നില്ല. പക്ഷേ അവരെപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്, എല്ലാ കസ്റ്റമേഴ്സിനും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ പ്രോഡക്റ്റ്, നിങ്ങളുടെ സർവീസ്, നിങ്ങളുടെ ബിസിനസ് അവർക്ക് എന്ത് ഫീലിംഗ് നൽകി എന്നുള്ളത്. എന്ത് ഫീലിംഗ് ആണ് നിങ്ങളുടെ ബിസിനസ് അവർക്ക് നൽകിയത്? ആ ഫീലിങ്ങിനെ പറയാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഗുഡ് സ്റ്റോറി ടെല്ലിംഗ്. അത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് ആണെന്ന് കരുതരുത്. ഇറ്റ്സ് ഓൾ അബൌട്ട് ബീയിങ് ഹ്യൂമൻ. നിങ്ങൾ മനുഷ്യരോടാണ് കഥ പറയുന്നത്. മനുഷ്യന് വേണ്ടത് ഇമോഷൻസ് ആണ്. ആ ഇമോഷൻസ് ഉദ്ദീപിപ്പിക്കുന്നതായിരിക്കണം കഥകൾ. ഈ 4 കഥകൾ, ഒരു വാല്യൂ സ്റ്റോറി, ഒരു ഒറിജിൻ സ്റ്റോറി, ഒരു പർപ്പസ് സ്റ്റോറി, ഒരു ഇമ്പാക്ട് സ്റ്റോറി, ഈ 4 കഥകളെങ്കിലും ഇല്ലാത്ത ഒരു ബിസിനസ് ഓണറും ഈ ലോകത്തില്ല. നിങ്ങളുടെ കഥ എന്താണെന്ന് പറയാനായിട്ട് പ്രിപ്പയർ ആവുക. ഇനി ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും മീറ്റിംഗിൽ വെച്ചിട്ട് നിങ്ങളോട് എന്തെങ്കിലും സംസാരിക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രൈ ടു ടെൽ ദീസ് 4 സ്റ്റോറീസ്. മറ്റൊരു നല്ല ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ നമുക്ക്